വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേ ചാടി കയറിയിരിക്കുന്ന നോക്കിയേ. മോളെ എന്നാ പറ്റിയേ? എന്ത് പാത്ത് ഉറങ്ങിയോ? സുഖിക്കുവാന്നല്ലോ അങ്ങ്. മോളെ ഇവിടെ അമ്മയുടെ ഗർഭിണികളവിടെ പിണങ്ങിപ്പോയി. ടെറസിന്റെ മേളിൽ കയറി കിടക്കും സുലോമ. എന്നാ പറ്റിയേ? എന്താ ചാച്ചന് പറ്റിയ സ്വത്താണിത്. നടന്നങ്ങ് പോയിക്കോ. ഇനി കയറി വാ. കൈ വീശി കണ്ണാടി ഇങ്ങനെ എടുത്തിട്ട് വേ. കണ്ണാടി വേ. ഇങ്ങനൊക്കെ നോക്ക്. കണ്ണാടി പിടിച്ചോണ്ട് ചരിച്ചൊക്കെ നോക്ക്. കൈ താഴെ, മറ്റേ കൈ താഴെ ഇട്. നടക്ക്. കണ്ണാടി പിടിച്ചോണ്ട് നടക്കാം. കണ്ണാടി താത്ത് ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് വേ. വെച്ചോ. ഉണ്ട് പടവലങ്ങ, വഴുതനങ്ങ, കോവയ്ക്ക, അമ്പഴങ്ങ, വെണ്ടയ്ക്ക. കർഷകൻ ഇപ്പൊ ശകലം എടുത്തിട്ട് അച്ചാച്ചി കൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് വരും. ഞാൻ അച്ചാർ സ്പെഷ്യലിസ്റ്റാ. ഹായ്, അച്ചാച്ചിയുടെ ടേബിൾ നോക്കിയേ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. കാട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്താൽ പോലെ. സിലിണ്ടർ അതിന്റെ കീഴിൽ ഇരിക്കുകയും ചെയ്യും. സ്റ്റൗ അതിന്റെ വീട് വേറെ കാര്യം, സെന്ററിലെ ഹോള് കണ്ടോ? പൈപ്പ് പോകാനുള്ള ഹോളാ. പൈപ്പ് പോകാനുള്ള ഹോളുമായി. പ്രശ്നക്കാരൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ടെൻറ്റിൽ. ഭക്ഷണമൊക്കെ വെച്ച് ഇവിടെ ഇരിക്കാൻ. പ്രധാന പ്രശ്നം നമ്മുടെ ഒരു പോത്തിന് വയ്യ. അതെ, നമ്മുടെ പോത്തിന് വയ്യ. അപ്പോൾ പോത്തിനെ നോക്കിയിട്ട് ഡോക്ടർമാർ വരുന്നുണ്ട്. കോന്നിന്നല്ലേ ചേച്ചി? റാന്നിന്ന് അന്ന് വന്ന ടീം വരുന്നുണ്ട് പോത്തിനെ നോക്കാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാചകത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളിന്നുണ്ടാക്കുന്ന കുഴച്ച് വേവിച്ച കപ്പയും ബീഫ് കറി, ചതച്ച ഇഞ്ചി വെളുത്തുള്ളി. ഇത് കഴിഞ്ഞിട്ട് ആപ്പി ഫിസ് കുടിക്കും അല്ലേ, ജ്യൂസ്. ഒച്ച അടച്ചിരിക്കുക, തൊണ്ട പോയി. തണുത്ത വെള്ളം വെയിലത്തുനിന്ന് വന്ന് പണിസ്ഥലത്തുനിന്ന് വന്നിട്ട് ഓരോ തവണയും തണുത്ത വെള്ളം കുടിച്ച് തൊണ്ട അടച്ചു പോയി. അപ്പം ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ വരും. അതെന്തുവാ? അതെന്തിനാ? കറിയെല്ലാം കലക്കി ചേർക്കും. ഇനി അടച്ചു വയ്ക്കാം. ഇവിടെ ഇന്നൊരു കലാപം നടക്കേണ്ടതായിരുന്നു, പക്ഷെ അവൻ ഒഴിഞ്ഞു വിട്ടു. എന്ത് പറ്റിയിടൂ? മാമന് കൊടുത്തേക്കുവാ അല്ലേ അവൻ്റെ വാട്ടർ ബോട്ടിൽ. മനസ്സിലായില്ല. നമ്മുടെ കറി കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നല്ല സൂപ്പർ കറിയാട്ടാ. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് വെച്ചതാണ് വറ്റാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഒന്ന് വേകണം. കുഞ്ഞാവ ഇവിടെ കപ്പയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പോയി. കുറച്ചുകൂടെ എടുത്തോ. ഡോക്ടർ വന്നിട്ട് പോയി. പോത്തന്മാരുടെ കാര്യം അവരെ മാത്രം വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഇട്ടേക്കണ്ട, മുറിവ് ഉണങ്ങുന്നവരെ. മണിയണ്ണനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മണിയണ്ണനോട് നമ്മൾ പറഞ്ഞു പോയി ചേച്ചീനെയും കൊച്ചിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ മണിയണ്ണനും മോനും ചേച്ചിയും കൂടെ ഇപ്പോൾ വരും കപ്പ കഴിക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചേറെ ഉണ്ടാക്കുവാണ്, എല്ലാവരും ഇല്ലേ. അങ്ങനെ ഞങ്ങളുടെ വിരുന്നുകാർ പൊന്നുമോനി കണ്ണ് ലൈറ്റ് അടിച്ചിട്ടാണോ പൊന്നുമോനെ എന്ന് വിളിക്കുന്നത് ചോദിക്കടാ. മണിയണ്ണൻ്റെ ഭാര്യ, മണിയണ്ണൻ്റെ മോള്, മണിയണ്ണൻ്റെ മോന്. ഉറങ്ങാൻ കിടന്നവനാ. ഇനിയിപ്പോൾ പ്രശ്നമില്ല. ലൈറ്റ് ഓഫ് ചെയ്ത ചേച്ചി. ഞാൻ വിളിച്ച വന്നില്ലേ?
പിന്നെ അവൻ പോവാതിരിക്കോ? അത് പിന്നെ അവൻ പോവാതിരിക്കോ? നോക്കുന്ന നോട്ടം നോക്കി ഇന്നെന്താ ഇവിടെയെന്ന്. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കുളിക്കാൻ വേണ്ടി പോവാണ്. ഫുഡൊക്കെ റെഡിയായി, എല്ലാവരും കഴിച്ചു. ഒച്ച അടച്ചിരിക്കുന്നു. ഞാനും കുഞ്ഞാവും കഴിച്ചിട്ടില്ല. ഞങ്ങളിതാ കുഞ്ഞാവിടെ ഉണ്ട്, വെട്ടം കാണുന്നില്ലേ. ഞങ്ങളൊന്ന് ആറ്റി കുളിക്കട്ടെ. കുറേ ആയി. ഇടയ്ക്ക് ഇപ്പം നേരത്തെ സ്ഥിരം ആറ്റിലായിരുന്നു, ഇപ്പം അങ്ങനെ ആറ്റിക്കുളി ഇല്ലല്ലോ. കുഞ്ഞാക്ക് നീന്തറിയാത്തതുകൊണ്ടുള്ളൊരു ടെൻഷനേ എനിക്കുള്ളൂ. ഞാൻ ഇന്ന് നീന്തി കുളിക്കുന്നതായിരിക്കും. വിജനമായ കുളിക്കടവ്. മീനൊക്കെ അവിടെ നിന്നോട്ടെ. ഈ കുളിക്കടവിലാണ് അപ്പം നമ്മൾ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. ബൈ. പേടിക്കണം എന്നെ വെറുതെ ഇങ്ങനെ കാണിച്ച കിടുവിന് പേടിയായിരിക്കും. ഒച്ചയുടെ പണ്ട് തല കുളിച്ചില്ല, പക്ഷേ എന്തൊരു തണുത്ത വെള്ളമാണെന്നറിയാമോ? ഭയങ്കര തണുത്ത വെള്ളം. ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം. കട്ടൻ കാപ്പിയും കുടിച്ച് നല്ല കപ്പയും ബീഫ് കറിയും കൂടെ കഴിക്കുമ്പോൾ എന്താ സുഖമെന്നറിയാമോ? എന്നിട്ട് നല്ല ടെൻറ്റിൽ മെത്തൊക്കെ ഇട്ട് വിരിച്ച് വെച്ചിരിക്കുക. ഈ ആറ്റുതീരത്ത് ഇങ്ങനെ മൂടിപ്പോതച്ചിറങ്ങുന്നതിൻ്റെ ഒരു സുഖം. കണ്ണിൽ വെട്ടമടിക്കുന്നു. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. കുഞ്ഞാവ നീരാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ടെൻറ്റ് കാണാവോ? ഒരു ചെറിയ വെട്ടം. അവിടെയാണ് നമ്മുടെ ടെൻറ്റ്. സോപ്പ്, ചെരുപ്പെടുത്തോ? കൈ കഴുകെടുക്കത്തില്ലേ? തിരുത്തോട്ടെ, നമുക്ക് കൈ കഴുകാനോ വല്ലതും ഒഴിക്കും. അവിടെ ഒരുത്തൻ അച്ചാച്ചിയെ പറ്റിച്ച് ഫോൺ കാണുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. എവിടെ? അയ്യോ, ഉറങ്ങിയോടാ? ഉറങ്ങിയോടാ കള്ള? തീ ഇങ്ങനെ ചെറുതായിട്ട് കത്തുന്നുണ്ട്, പുക കാണത്തില്ലേ? അപ്പോൾ ചെറിയ തീയുടെ ചൂട്. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം. നമുക്ക് നല്ല ഹായ്, നല്ല തീ. ഇതവിടെ എവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഞാൻ വെച്ച കറിയെ പറ്റി 2 വാക്ക് പറയൂ. നല്ല കറിയാണ്. അത്രേ ഉള്ളൂ. 2 വാക്ക്. നല്ല കുറുകിയ ചാറും, നല്ല കപ്പയും, നല്ല അടിപൊളി കട്ടൻ കാപ്പിയും, നല്ല കുരുമുളക് പൊടി ഇട്ട് കിടില ബീഫ്. ഇഷ്ടപ്പെട്ടാ? കൃതാർത്ഥനായോ?